പിസ 4 പേര് എങ്ങനെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യും? വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം, ഇവിടെ 3 പിസയാണുള്ളത്. 4 പേര് ഈഗർലി വെയിറ്റിംഗ് ആണ് ആ ഒരു പിസ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കാനായിട്ട്. ചോദ്യം ഇത്രയേ ഉള്ളൂ, ഓരോരുത്തർക്കും എത്ര കിട്ടും അല്ലെ? 3 പിസ 4 ഫ്രണ്ട്സ് എങ്ങനെ തുല്യമായി പങ്കിടും? അപ്പൊ നമ്മളാണ് ഈ സിറ്റുവേഷനിലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഓരോ പിസ എടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? 4 കഷ്ണമായിട്ട് മുറിക്കും അല്ലെ? ഓരോ പീസയും നമ്മൾ എന്ത് ചെയ്യും? 4 കഷ്ണമായിട്ട് മുറിക്കും. എന്നിട്ട് ഓരോരുത്തരും ഓരോ പീസ് എടുത്തു കഴിഞ്ഞാൽ സംഗതി ക്ലീൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 3 പീസയാണുള്ളത്. നമ്മൾ ആദ്യത്തെ പീസ 4 കഷ്ണമാക്കുന്നു അല്ലെ? ഒരു പീസയെ നമ്മൾ 4 കഷ്ണമാക്കുന്നു. അപ്പൊ ഓരോ കഷ്ണം എന്ന് പറയുന്നത് 1/4 ആണ്. ഒരു കഷ്ണം എന്ന് പറയുന്നത് 1/4 ആണ്. ഓരോ പീസും 1/4 ആണ് അല്ലെ? 4 മുറിച്ചു. അതിൽ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ ഒന്നാമത്തെ പിസയിൽ നിന്ന് ഇയാൾക്ക് 1/4 കിട്ടി, ഇയാൾക്ക് 1/4 കിട്ടി, ഇയാൾക്കും 1/4 കിട്ടി, ഇയാൾക്കും കിട്ടി 1/4. ഇനി രണ്ടാമത്തെ പിസയും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? 4 കഷ്ണമായിട്ട് മുറിക്കുന്നു. അതിൽ ഓരോന്നും 1/4 ആണ്. ഇത് 1/4, ഇത് 1/4, ഇത് 1/4, ഇത് 1/4. അപ്പൊ രണ്ടാമതും ഓരോരുത്തർക്കും 1/4 കിട്ടും. രണ്ടാമതും ഓരോരുത്തർക്കും കിട്ടും 1/4. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ പിസയും ഇതേപോലെ മുറിക്കുന്നു. നോക്കുക, മൂന്നാമത്തെ പിസയും നമ്മൾ എന്ത് ചെയ്തു? 4 മുറിച്ചു. ഓരോ കഷ്ണം എന്ന് പറയുന്നത് 1/4 ആണ് അല്ലെ? ഓരോന്നും 1/4 ആണ്. അപ്പൊ പിന്നെയും കിട്ടി ഇവിടെ 1/4, ഇവിടെ 1/4, ഇവിടെ 1/4, ഇവിടെയും 1/4. അപ്പൊ മക്കളെ നിങ്ങൾ നോക്കിയേ, 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും 3/4 കിട്ടും അല്ലെ? ഓരോരുത്തർക്കും 3/4 പാർട്ട് കിട്ടും. പിസയുടെ 3/4 ഓരോരുത്തർക്കും കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ? അതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, 3 പിസ 4 പേർക്ക് തുല്യമായിട്ട് കൊടുത്താൽ ഓരോരുത്തർക്കും 3/4 പിസ കിട്ടും അല്ലെ? നമ്മൾ അങ്ങനെ ചെയ്യുന്നതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 3 പിസ 4 പേര് 3/4 ഓരോരുത്തർക്കും കിട്ടുന്നത് 3/4 ഭാഗമായിരിക്കും. ഓരോരുത്തർക്കും കിട്ടുന്നത് 3/4 ഭാഗം പിസ ആയിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്നത്. 3 പിസ 4 പേർക്ക് തുല്യമായി കൊടുത്താൽ ഓരോരുത്തർക്കും 3/4 ഭാഗം കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം പ്രശ്നത്തോട് പ്രശ്നമാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങളുടെ കയ്യിൽ 5 കപ്പ് കേക്കുകൾ ഉണ്ട്. കപ്പ് കേക്ക് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നല്ല വെറൈറ്റി ആയിട്ടുള്ള 5 കപ്പ് കേക്ക് ആണ്. 4 പേര് ഇരുന്ന് ആലോചിക്കുവാണ് എങ്ങനെ ഇത് 4 പേർക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, ഓരോരുത്തർക്കും എത്ര കിട്ടും? 5 കേക്ക് 4 പേർക്ക് തുല്യമായിട്ട് എങ്ങനെ കിട്ടും? ഒരാൾക്ക് ഒരു കേക്ക് കിട്ടുമോ? ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ 5 കപ്പ് കേക്ക് 4 പേർക്ക് എങ്ങനെ തുല്യമായിട്ട് കൊടുക്കാം എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാലോ. നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടാണെങ്കിൽ 5 കപ്പ് കേക്ക് 4 പേർക്ക് കൊടുത്താൽ അത് 5/4 ആണ് അല്ലെ? ഒരാൾക്ക് എത്ര കിട്ടും? 5 കപ്പ് കേക്ക് 4 പേർക്ക് കൊടുക്കുന്നു. 5/4 അഥവാ 5/4 ആണ് ഓരോരുത്തർക്കും കിട്ടുക. ശരിയാണോ നോക്കാം. ഇവിടെ നോക്കാം, 5 കപ്പ് കേക്ക് ഉണ്ട്, 4 പേരുണ്ട്. ഓരോരുത്തരും ഓരോ കപ്പ് കേക്ക് വീതം എടുക്കുന്നു. ഓരോരുത്തരും ഓരോ കപ്പ് കേക്ക് വീതം എടുത്തു അല്ലെ? അപ്പൊ എല്ലാവർക്കും കിട്ടി ഓരോ കപ്പ് കേക്ക്. 1 കിട്ടി, ഇവിടെ 1 കിട്ടി, ഇവിടെ 1 കിട്ടി, ഇവിടെ 1 കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ഒരു കപ്പ് കേക്ക് ബാക്കിയുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? 4 കഷ്ണമാക്കി മുറിക്കും. ഓരോന്നും 1/4 വരും. അപ്പൊ ഓരോരുത്തർക്കും 1/4 കൂടി ചേർന്ന് വരും. അപ്പൊ ഓരോരുത്തർക്കും കിട്ടുന്നത് 1/4 കപ്പ് കേക്ക് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഇതില് മിസ് പറഞ്ഞത് 5/4 എന്നും ഇവിടെ വന്നിരിക്കുന്നത് 1/4 എന്നും അല്ലേന്ന്. അതെന്തുകൊണ്ടാണ്? ഈ 5/4 നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം അല്ലെ? ഈ 5/4 നമുക്ക് എങ്ങനെ എഴുതാം? 5/4 എന്ന് എഴുതാം. ഒരു 4 മൈനസ് ചെയ്യുമ്പോൾ 1 ബാക്കി വരും. അപ്പൊ എന്ത് വരും? 1/4 എന്ന് വരും. അത് തന്നെയല്ലേടാ ഇത്? അത് തന്നെയല്ലേ ഇത്? ഇത് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പൊ 5/4 എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രാക്ഷൻ കുറച്ച് തലക്കാനുള്ള ഫ്രാക്ഷൻ ആണ്. മാറ്റിയിട്ട് 1/4 എന്ന് എഴുതുക. 1/4 തന്നെയാണ് 5/4. ഇതാണ് നമ്മളുടെ ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും ഇത് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്റർ എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മളുടെ ആപ്പിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ എന്നല്ല എല്ലാ ചാപ്റ്ററും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യുക, വേഗം ആപ്പിൽ ജോയിൻ ചെയ്യുക. See you now.